നമ്മുടെ കേരളത്തിന് ഇതെന്തു പറ്റി? ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെട്ടിരുന്ന കേരളം വിദേശികളാലും സ്വദേശികളാലും ഇന്ന് ദ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് സൗത്ത് ഇന്ത്യ, ഗഞ്ചനാട്, തെന്നിന്ത്യയുടെ തലസ്ഥാന ലഹരി എന്നീ പേരുകളിലേക്ക് അപജയിക്കുവാൻ കാരണമെന്ന്. സ്നേഹവാത്സല്യങ്ങൾ തുളുമ്പേണ്ട മാതൃഹൃദയം സ്വന്തം ശിശുക്കളുടെ അന്ധകരാകുന്നു. കലാലയങ്ങൾ തീവ്രവാദത്തിനും പ്രണയക്കണികൾക്കും മദ്യരോത്സവങ്ങൾക്കും വേദിയാകുന്നു. വിദ്യാലയങ്ങൾ പീഡനങ്ങൾക്കും വിദ്യാർത്ഥികൾ തല്ലുമാലയ്ക്കും ദുഷ്കീർത്തി നേടുന്നു. മാതാപിതാക്കൾ സ്വന്തം മക്കളെ കുറിച്ച് എന്തെന്നില്ലാത്ത ആധിയിലാണ്. വൃദ്ധർക്ക് ഇക്കാലത്ത് ദുസ്വപ്നങ്ങൾ ഏറെയാണ്. ശിഷ്യരെ ഭയക്കുന്ന ഗുരുഭൂതരും മക്കളാൽ വിധിക്കപ്പെടുന്ന മാതാപിതാക്കളും നിരാശത്താളം മുറ്റിയ യൗവനവും അഴിമതി ആഭരണമാക്കുന്ന രാഷ്ട്രീയവും കളങ്കിതമാകുന്ന ബാല്യങ്ങളും കേരളം ദിനം പ്രതി ദുരിതക്കയത്തിന്റെ നരകമാകുന്ന വാർത്തകൾക്കാണ് സാക്ഷ്യം കൊടുക്കുന്നത്. നോക്കൂ, തെരുവിൽ, ക്ലാസ് മുറികളിൽ, പൊതുവീഥികളിൽ, ഇടവഴികളിൽ, ബസ് സ്റ്റോപ്പുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, പ്രാന്തപ്രദേശങ്ങളിൽ, വൻകിട ഫ്ളാറ്റുകളിൽ എവിടെയും ലഹരി കച്ചവടക്കാരുടെ കണ്ണുകൾ യുവതലമുറയെ തേടി എത്തുന്നുണ്ട്. 2 പതിറ്റാണ്ടിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2024-25 വർഷങ്ങളിൽ നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് NTPS പ്രകാരം വെറും 1500 കേസുകളാണ് ഒരു വർഷം രജിസ്റ്റർ ചെയ്തതെങ്കിൽ 2025 ആയപ്പോഴേക്കും പ്രതിവർഷം 27,701 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതായത് 1746% കേസുകളുടെ വർധന. ഇതിൽ 93,599 അറസ്റ്റുകളാണ് 2024 മാത്രം രേഖപ്പെടുത്തിയത്. അതേസമയം പ്രായപൂർത്തിയാകാത്ത മൈനേഴ്സ് ഉൾപ്പെടുന്ന ലഹരി ഉപയോഗ കേസുകൾ 476%, കഞ്ചാവ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ തെളിവുൾപ്പെടെ പിടിയിലാകുന്നത് 2024 മാത്രം 796% കണക്ക്. ഡിജിറ്റൽ ഡ്രഗ് മാർക്കറ്റുകളും ഡീപ്പ് സ്റ്റേറ്റിന്റെ നിഴൽ മറയും സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ വ്യാപനവും കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പഞ്ചാബ് എന്ന ദുഷ്പേരിനും കാരണമാക്കിയിട്ടുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ ക്ഷണിക സുഖം തേടി നിരാശയിൽ ജീവിതം അവസാനിപ്പിക്കുന്നവരുടെ എണ്ണം 2004 നിന്ന് 2025 ആകുമ്പോഴേക്ക് 3 ഇരട്ടി കവിയുകയാണ്. അതിൽ 15 മുതൽ 18 വയസ്സിനുള്ളിൽ ആത്മഹത്യ ചെയ്തവരുടെ സംഖ്യ കോവിഡ് തരംഗത്തിന് മുൻപ് 324 ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ സംഖ്യ വർദ്ധിക്കാനേ സാധ്യതയുള്ളൂ. ആനന്ദദായകവും സന്തോഷപ്രദവുമാകേണ്ട ഭൂമിയിലെ ഒരേയൊരു ജീവിതം പ്രണയക്കെണിയിലും ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്, മനുഷ്യക്കടത്ത് എന്നിവയുടെ വലകളിൽ വഴുതി വീണ് വിറങ്ങലിച്ച് വിലപിച്ച് നശിച്ചു പോകുന്നവരുടെ എണ്ണം ഓരോ വർഷം കൂടുന്തോറും വർദ്ധമാനമായി കൊണ്ടിരിക്കുന്നു. തെരുവോരത്തും ബീച്ചുകളിലുമായി പല തട്ടുകടകളിലും മറ്റും ജ്യൂസുകളിലും ചോക്ലേറ്റിലുമായി മയക്കുമരുന്ന് കലർത്തി പീഡനത്തിനും പിന്നീട് നഗ്ന ചിത്രങ്ങൾ കാണിച്ച് ബ്ലാക്ക് മെയിലിംഗിലും തുടർന്ന് നിരന്തര ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരയാകുന്ന 9 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും തീവണ്ടികളിലും ജോലി സ്ഥലങ്ങളിലും പൊതു ഇടങ്ങളിലും എന്തിനേറെ ആത്മാർത്ഥ സുഹൃത്ത് വലയങ്ങൾക്കുള്ളിൽ പോലും കൊടും ചതിയുടെ കയ്പ് തിരിച്ചറിഞ്ഞ് ആക്രമിക്കപ്പെടുന്ന യുവതികളും മാതാപിതാക്കന്മാരെ തലക്കടിച്ചു കൊല്ലുന്ന മക്കളും നവജാത ശിശുവിനെ എറിഞ്ഞു കളയുന്ന അമ്മമാരും ഒരു പിടി ചോക്ലേറ്റിന് വേണ്ടിയോ പെട്ടെന്നുള്ള പൈസയ്ക്ക് വേണ്ടിയോ സ്കൂളുകളിലേക്കും കോളേജിലേക്കും മയക്കുമരുന്ന് വാഹകരായി മാറുന്ന 5ാം ക്ലാസ് വിദ്യാർത്ഥി മുതൽ യുവത്വത്തിന്റെ തിളപ്പിൽ നിൽക്കുന്നവർ വരെയും നവജാത ശിശുക്കളെയും കുഞ്ഞി പൈതങ്ങളെയും തട്ടിക്കൊണ്ടുപോയി അംഗവിഹീനം നടത്തി ഭിക്ഷാടനത്തിനും വേശ്യാവൃത്തിക്കും നിർബന്ധിത ലിംഗമാറ്റത്തിനും അവയവ കച്ചവടത്തിനും മുതിരുന്ന മനസാക്ഷി കത്തിക്കരിഞ്ഞുപോയ മനുഷ്യമൃഗങ്ങളുടെ വിളനിലമായി വെറും 2 പതിറ്റാണ്ടിനുള്ളിൽ കേരളം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ NIA, ATS, NST, NCW, NHRC, NCB, CBI, AHTU മുതലായ ഇന്ത്യൻ ഏജൻസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. 2014 മുതൽ 8,50,000 റൈഡുകളിലൂടെ 544 കോടിയുടെ മയക്കുമരുന്നാണ് കേരളത്തിൽ നിന്ന് മാത്രം പിടികൂടിയത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളല്ലേ. 2025 ജാനുവരി ഫെബ്രുവരി മാസത്തിനുള്ളിൽ 63 കൊലപാതക കേസുകളിൽ 30 എണ്ണത്തോളവും മയക്കുമരുന്ന് സംബന്ധിയായ കേസുകളാണ് എന്നതിൽ കേരളം ഭയക്കേണ്ടിയിരിക്കുന്നു. 14-16 വയസ്സുള്ള തൃശ്ശൂരിലെ കൗമാരക്കാർ 30 വയസ്സുള്ള ചെറുപ്പക്കാരനെ 2025 പുതുവർഷ പുലരിയിൽ കൊലപ്പെടുത്തിയത് പീഡനം ചെറുക്കുവാൻ വേണ്ടിയായിരുന്നില്ല, പിന്നെയോ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് തടഞ്ഞതിനായിരുന്നു. 25 വയസ്സ് മാത്രം പ്രായമുള്ള പി ആഷിഖ് അഷ്റഫ് തനിക്ക് ജന്മം നൽകിയ അമ്മയെ കൊലപ്പെടുത്തിയത് ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും വീട്ടിലെത്തിയപ്പോഴായിരുന്നു. 28 വയസ്സുള്ള യുവാവ് പോലീസിനെ വെട്ടിച്ച് ഓടാൻ ശ്രമിക്കവേ സിന്തറ്റിക് ഡ്രഗായ MDMA യുടെ 2 പൊതികൾ വിഴുങ്ങുകയും
പിന്നീട് മരണപ്പെടുകയും ചെയ്തത് കേരളത്തിൽ വാർത്തയായിരുന്നു. ഇതുപോലെ എത്ര സംഭവങ്ങൾ. ഇരട്ടി ലാഭത്തിനായും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഷോർട്ട് ലിവ്ഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും അതിസുരക്ഷയുള്ള മെസ്സേജിംഗ് ആപ്ലിക്കേഷനിലും ഇൻസ്റ്റഗ്രാം, ടെലഗ്രാം മുതലായ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്പുകളിലൂടെയും നഗറ്റ്സ്, കല്ല്, മോളി, ബട്ടൺസ്, സ്വീറ്റ്, ചോക്ലേറ്റ്, സ്നോ, ചാർലി, സ്റ്റാമ്പ്, സ്റ്റിക്കർ, ട്രിപ്പ്, ഡോട്ട്, ചിറ്റ്, ബ്രൗണി, 1 gram, 2 gram, ലീഫ്, റോക്ക്, ക്യാൻഡി, മാജിക് പേപ്പേഴ്സ്, ബർത്ത്ഡേ ഗിഫ്റ്റ്സ് മുതലായ മറ്റനേകം അന്തർദേശീയ പ്രാദേശിക പേരുമാറ്റങ്ങളിലൂടെ അറിയപ്പെടുന്ന മയക്കുമരുന്നുകൾ നമ്മുടെ കുഞ്ഞുമക്കൾ അറിഞ്ഞോ അറിയാതെയോ കഴിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കേണ്ടതായും മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ തന്നെ നിയമപാലകരെ അറിയിക്കേണ്ടതുമാണ്. അന്തർദേശീയ ഏജൻസികളുടെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ ഒപ്പിയം അഥവാ കറുപ്പ് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് നിർമ്മാതാവ് അഫ്ഗാനിസ്ഥാനാണ്. ഹെറോയിൻ എന്നറിയപ്പെടുന്ന മറ്റൊരു ഡ്രഗിന് വേണ്ടിയാണ് ഇത് നിർമ്മിക്കുന്നത്. ഇറാനും പാകിസ്ഥാനും വഴിയാണ് ഹെറോയിൻ കള്ളക്കടത്ത് നടത്തുന്നത്. അതേസമയം സിന്തറ്റിക് ഡ്രഗുകളായ മെത്ത്, ഫെന്റനിൽ എന്നിവയ്ക്കും നാച്ചുറൽ ഡ്രഗുകളായ കൊക്കൈനും കാനബീസിനും ഉൽപാദനം മെക്സിക്കോയിൽ നടക്കുന്നുണ്ട്. സിനാലോവോ, CGNG മുതലായ ഡ്രഗ് കാർട്ടലിനും മെക്സിക്കോ പേരുകേട്ടതാണ്. കൊക്കൈൻ നിർമ്മാതാവായ കൊളംബിയയും ഗോൾഡൻ ട്രയാങ്കിളിൽ പെടുന്ന മ്യാൻമാർ, ലാവോസ്, തായ്ലൻഡും സിന്തറ്റിക് ഡ്രഗിന് വേണ്ടിയുള്ള രാസപദാർത്ഥങ്ങൾ നിർമ്മിച്ച് ഇന്റർനെറ്റിലൂടെ രഹസ്യമായി വിറ്റഴിക്കുന്ന ചൈനയും ഇതെല്ലാം വാങ്ങിക്കഴിച്ച് തലച്ചോറും കരളും കിഡ്നിയും തകരാറിലാക്കി ഭ്രാന്ത് പിടിച്ച ജീവിതങ്ങൾക്ക് ഉടമകളായി തീരുന്ന കേരളം, ഗോവ, പഞ്ചാബ് മുതലായ ഇന്ത്യൻ സംസ്ഥാനങ്ങളും മയക്കുമരുന്നിന്റെ ലോക വിപണിയിൽ നോട്ടപ്പുള്ളികളാണ് എന്ന കാര്യം അത്ര ചെറുതൊന്നുമല്ല. അമേരിക്കയിലെ പല ഐക്യനാടുകളിലും പ്രത്യേകിച്ച് സാൻ ഫ്രാൻസിസ്കോയുടെ തെരുവുകളിലും ഫെന്റനിൽ എന്നറിയപ്പെടുന്ന മാരക മയക്കുമരുന്നിന്റെ പകർച്ചവ്യാധിയിൽ നടുങ്ങുകയാണ്. മോർഫിനേക്കാളും 100 ഇരട്ടി മാരകശേഷിയുള്ള ഫെന്റനിൽ കഴിച്ച് സോംബികളെ പോലെ സുബോധം നഷ്ടപ്പെട്ട അമേരിക്കൻ പൗരന്മാർ US ഡ്രഗ് ക്രൈസിസ് വർഷങ്ങൾക്ക് മുൻപേ തന്നെ തുടക്കമിട്ടിട്ടുണ്ട്. ഈ സൈലന്റ് ഡ്രഗ് ക്രൈസിസുകൾ കേരളത്തിൽ ശരവേഗത്തിൽ വേരുപിടിച്ചു തുടങ്ങിയിരിക്കുന്നു. അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനാചരണത്തിൽ മനുഷ്യക്കടത്തും പ്രമേയമായി വന്നിട്ടുണ്ട്. ദ ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ് എന്ന ദിനത്തിന് തുടക്കം കുറിച്ചത് 1987-ലാണ്. 1988 മുതൽക്കാണ് ആദ്യമായി ജൂൺ 26-ന് ഈ ദിനം പ്രത്യേകമായി ആചരിച്ചു തുടങ്ങിയത്. കറുപ്പ് യുദ്ധത്തിന്റെ കാലത്ത് ഹ്യൂമനിൽ ആന്റി ഒപ്പിയം ക്യാമ്പയിൻ സംഘടിപ്പിച്ച ലീൻ ഷേസു എന്ന ചൈനീസ് ഉദ്യോഗസ്ഥന്റെ മയക്കുമരുന്നിനെതിരായുള്ള ചെറുത്തുനിൽപ്പിന്റെ ഓർമ്മയെന്നോണമാണ് ജൂൺ 26-ന് ദ ഇന്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലിസിറ്റ് ട്രാഫിക്കിംഗ് ദിനം ആചരിച്ചു തുടങ്ങിയത്. ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഈസ് പ്രിവെൻഷൻ എന്നതാണ് ഈ വർഷത്തെ ആപ്തവാക്യം. മയക്കുമരുന്നുകളുടെ ഉപയോഗം മിക്ക രാജ്യങ്ങളിലും കാണപ്പെടുന്നുണ്ടെന്നും അതിനെ മാരകാവസ്ഥയിലേക്ക് മനുഷ്യനെ വലിച്ചിഴക്കുന്നതിന് മുൻപ് തന്നെ ഈ നശീകരണ മരുന്നുകൾക്കെതിരെ സ്വരം ഉയർത്തണമെന്നതാണ് ഈ ആപ്തവാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തം. അതേസമയം വർദ്ധിച്ചു വരുന്ന മനുഷ്യക്കടത്തും വേണ്ടത്ര ശ്രദ്ധ നേടിത്തരുന്ന പ്രമേയമാണ്. ഇനി പറയാൻ പോകുന്നത് ടോണിയ എന്നൊരു യുവതിയുടെ കഥയാണ്. ഓരോ രാത്രിയും ഓരോ ഹോട്ടൽ മുറികളിൽ ശരീരം വിൽപ്പന ചരക്കാക്കി ജീവിക്കുന്ന ടോണിയ താൻ സ്നേഹിച്ച, തന്നെ സ്നേഹിക്കുന്നുവെന്ന് വിശ്വസിച്ച ഒരു പുരുഷന്റെ കാൽക്കീഴിൽ അടിച്ചമർത്തപ്പെട്ട സ്ത്രീ കഥാപാത്രം. രക്ഷപ്പെടാനാവാതെ മനുഷ്യമൃഗങ്ങളുടെ കരാളഹസ്തങ്ങളിൽ പിടഞ്ഞ് ഇത് തന്റെ ദുർവിധിയാണെന്ന് വിശ്വസിച്ചവൾ ടോണിയ മനുഷ്യകടത്തിന്റെ ഇരയായിരുന്നു. ഈ പേരുകൾ യഥാർത്ഥമല്ലെങ്കിലും ഈ സംഭവ കഥയിലുള്ള വ്യക്തിക്ക് കൃത്യമായൊരു പേരുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ, ഇന്ത്യയിലെ, ലോകത്തിലെ തന്നെ അനേകം ഹതഭാഗ്യകളുടെ പേരുകൾക്ക് പ്രതിനിധിയാണവൾ. In my head, I drink, I do whatever drugs he had just to like clear my mind so I wouldn't think about it. തന്നെ പ്രണയിച്ച വ്യക്തിക്ക് വേണ്ടി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി വിലപ്പെട്ട ശരീരം നഷ്ടപ്പെടുത്തിയവർ. Doing to make money because he wasn't making enough money to pay for his child support and everything. ഇതൊരു അമേരിക്കൻ ഐക്യനാട്ടിൽ നിന്നുള്ള കഥയാണെങ്കിലും തന്നെ ലോകമെമ്പാടുമുള്ള സംഭവങ്ങൾ തമ്മിൽ യാദൃശ്ചികമായ പൊരുത്തമുണ്ട്. ടെക്സാസിലെ ഡല്ലാസിൽ തന്റെ അമ്മയോടൊത്ത് ജീവിച്ചു വരുമ്പോഴാണ് എഡി എന്ന വ്യക്തിയെ പരിചയപ്പെടുന്നത്. അന്നവൾക്ക് 13 വയസ്സായിരുന്നു പ്രായം. തന്റെ വിദ്യാർത്ഥി സുഹൃത്തായ കുട്ടിയുടെ രണ്ടാനച്ഛനാണ് എഡി. സൂപ്പർ മാർക്കറ്റിലും മറ്റിടങ്ങളിലും മറ്റും
പരസ്പരം കണ്ടുമുട്ടിയിരുന്ന ഇവർ ആദ്യമായി തങ്ങളുടെ ഫോൺ നമ്പറുകൾ കൈമാറി. ആദ്യം സാധാരണ സംസാരത്തിൽ നിന്ന് ആരംഭിച്ച ഇവരുടെ ബന്ധം മധുര സംസാരത്തിലേക്കും പിന്നീട് ശൃംഗാരത്തിലേക്കും വീണുപോയിരുന്നു. 15 വയസ്സായപ്പോഴാണ് വീണ്ടും അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതും പിന്നീട് പ്രണയം മൂത്ത് എഡിയുടെ കൂടെ ടോണിയ ഇറങ്ങിത്തിരിക്കുന്നതും. He was perfect to me, you know. He was there and he'd tell me like, hey, you know, your mom doesn't love you, no one loves you because they're not looking for you and they don't care where you sleep, and like, you live with me and I take care of you, what are you going to do without me? ആദ്യം എഡിയുടെ മക്കളെ പരിപാലിക്കുകയും ഭക്ഷണം ഉണ്ടാക്കുകയും വീട് വൃത്തിയാക്കുകയും ചെയ്തിരുന്ന ടോണിയയുടെ ജീവിതത്തിന് പെടുന്നനെ ഒരു മാറ്റം സംഭവിച്ചു. ഒരിക്കൽ ലഹരിയും മദ്യവും ഒഴുകുന്ന പാർട്ടിയിലാണ് എഡിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾക്ക് മറ്റൊരാളുമായി ശയിക്കേണ്ടി വന്നത്. ആദ്യം അവൾ എതിർത്തെങ്കിലും പിന്നീട് എഡിയോടുള്ള സ്നേഹത്തെ പ്രതി അവൾ മറ്റൊരാളുമായുള്ള വേഴ്ചയിൽ പങ്കാളിയായി. പിന്നീടത് ഒന്നല്ല രണ്ടല്ല പലവട്ടം അത് തുടർന്നു. വെറും പണത്തിന് വേണ്ടിയാണ് എഡി ഇതെല്ലാം ടോണിയോട് ചെയ്തത്. ആദ്യം ശരീരത്തിൽ ടോണിയ സഹിച്ചെങ്കിലും പിന്നീട് അത് വൈകാരിക മാനസികമായ കൈപ്പേറിയ ദൂരവ്യാപകമായ ലക്ഷണങ്ങളിലേക്ക് അവൾ വഴുതി വീണു. But emotionally it took a toll on me. Like I didn't feel like I was a person. I felt really bad. There was nights I couldn't sleep. There's times I thought about killing myself. ദിനംതോറും നിരവധി പുരുഷന്മാരോട് കൂടെ കിടക്ക പങ്കിടുകയും ജീവിതത്തിന്റെ വില നഷ്ടപ്പെട്ടെന്ന് കരുതി കൊടിയ വിഷാദത്തിലേക്കും നിസ്സഹായ അവസ്ഥയിലേക്കും വഴുതി വീണ ടോണിയയെ രക്ഷിച്ചത് അമേരിക്കൻ ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് സംഘടനയായ ICE ആയിരുന്നു. US-ലെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ HSIയുടെ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥനായ കെയ്ത്ത് ഓവൻ ആയിരുന്നു ടോണിയയെ അവസാനമായി കണ്ടെത്തിയത്. മനസാക്ഷി നഷ്ടപ്പെട്ട മനുഷ്യക്കടത്ത് മാഫിയയുടെ കണ്ണിയായിരുന്ന എഡിയുടെ കുറ്റകൃത്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ പണത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി നിഷ്കളങ്കതയെയും സ്നേഹമെന്ന പരിശുദ്ധ വികാരത്തെയും ചൂഷണം ചെയ്യുന്ന എഡിയെ പോലുള്ളവർക്ക് കർശന നിയമ നടപടികൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട എഡിയെ മെയ് 29, 2015 12 വർഷത്തേക്ക് കഠിന തടവിന് വിധിച്ചു. തനിക്ക് സംഭവിക്കുന്നതും തന്റെ ജീവിതത്തെയും കുറിച്ച് താൻ ആരുമായും പങ്കുവച്ചിരുന്നില്ലെന്നതായിരുന്നു തന്റെ ഏറ്റവും വലിയ നാണക്കേട് എന്ന് ടോണിയ ഒരിക്കൽ പറയുകയുണ്ടായി. Someone would have talked to me before when he first started to make me do it, when I thought it was wrong. It would have prevented a lot. It would have helped if someone would have noticed the sign. ഇപ്പോൾ ടോണിയ തന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്നു. ജീവിതത്തിന്റെ വിലയെന്തെന്നും ശരീരത്തിന്റെ മൂല്യമെന്തെന്നും ഞാൻ അറിയുന്നു. കഴിഞ്ഞതിനെയെല്ലാം വിസ്മരിച്ച് ഒരു ജീവിതത്തിനായി താൻ തയ്യാറെടുക്കുന്നു. കമ്മ്യൂണിറ്റി കോളേജിലെ ജേർണലിസം പഠനത്തിന് ശേഷം പൊളിറ്റിക്കൽ സയൻസും നിയമവും പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, ടോണിയ പറഞ്ഞു വെക്കുന്നു. A lot of cops, they'll treat you like you're just a prostitute. They don't talk to you like you're a person. They don't realize that you're a victim. And if law enforcement, they take it into consideration that you are a person, that no matter how many men you slept with or what you're out here doing, that there's a reason, you know, and that it's not what you chose. ഒരുപക്ഷെ ഭാവിയിൽ ടോണിയ വിവാഹിതയാകുന്നുവെങ്കിൽ തൻ്റെ കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നത് അമ്മയായ തൻ്റെ ചുമതലയാണല്ലോ. ഇത്തരത്തിൽ വഞ്ചിക്കപ്പെടുന്ന അത് യുവാവാകാം യുവതിയാകാം ആര് തന്നെ ആയാലും അവരാരും ഒറ്റയ്ക്കല്ല എന്ന് അവർ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ടോണിയ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. യു ആർ വർത്ത് സംതിങ്, യു ആർ വെരി ഇമ്പോർട്ടൻറ്റ് ടു സംവൺ, ടോണിയ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് മുൻപ് പറഞ്ഞതുപോലെ ടോണിയയുടെ മാത്രം കഥയല്ല. ലോകമെമ്പാടുമുള്ള ഇന്ത്യയിൽ ആകമാനമുള്ള കേരളത്തിൽ നിന്നുള്ള അനേകം പിഞ്ചു പൈതങ്ങളുടെയും യുവതി യുവാക്കളുടെയും കഥയാണ്. ടോണിയ അവരിൽ ഒരാൾ മാത്രം. ഒരു രാത്രിക്ക് വേണ്ടി അല്പം ധനലാഭത്തിനു വേണ്ടി അവധി ദിനങ്ങളിൽ ബാംഗ്ലൂരു പോലെയുള്ള മഹാനഗരങ്ങളിൽ നിന്നും വിദേശങ്ങളിലേക്ക് ശരീരം വിൽക്കാൻ പോകുന്നവർ ഇന്ന് പൊതുവെ കൂടുതലാണ്. ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ദാരിദ്ര്യം മൂലമോ കെണിയിൽ അകപ്പെട്ടവരാകാം അവർ. അവരെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കേരളത്തിൽ ഈയിടെ തട്ടിക്കൊണ്ടുപോകൽ, മനുഷ്യക്കടത്ത് എന്നിവയുടെ സംഖ്യ വർദ്ധിക്കുന്നുണ്ട്. ഭിക്ഷാടനത്തിനു വേണ്ടി കുഞ്ഞുമക്കളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവങ്ങൾ ഇക്കാലത്തൊട്ടും ഒറ്റപ്പെട്ടതല്ല. ഇവയ്ക്കെതിരായി നമുക്ക് മുന്നേറാം. ഡ്രഗ്സിനും വഴിവിട്ട ജീവിതത്തിനും ജീവിതം വിട്ടുകൊടുത്ത് സിനിമാ നടിയായിരുന്ന ഒരു യുവതി പിന്നീട് തനിക്കായി രക്തം ചിന്തിയ യേശുക്രിസ്തുവിനെ കുറിച്ചറിഞ്ഞ് താൻ വിലപ്പെട്ടവളാണെന്ന് മനസ്സിലാക്കി ജീവിതം ക്രിസ്തുവിനായി മാറ്റിവെച്ച് സന്തോഷത്തിൽ നിറഞ്ഞ് സന്യാസിനിയായി തീർന്ന ക്ലെയർ ക്രോക്കറ്റും
വയസ്സിൽ വേശ്യാവൃത്തി ആരംഭിച്ച് വർഷങ്ങൾ കൊടിയ പാപത്തിൽ വീണുരണ്ട ഒരു യുവതി ക്രിസ്തുവിനെ ദർശിച്ചപ്പോൾ ഈജിപ്തിലെ മരുഭൂമിയിൽ പോയി തന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്ത് താപസ ജീവിതം നയിച്ച് അതിവിശുദ്ധിയായ ഈജിപ്തിലെ മേരിയും സഭാപിതാവായ അഗസ്തിനോസും കുഞ്ഞുനാൾ മുതൽ ക്രിസ്തു തന്നെ ലഹരിയായി മാറി ക്രിസ്തുവിനെ പ്രതിമരിച്ച കേരളത്തിൽ നിന്നുള്ള അജ്നായും നമുക്ക് മാതൃകയാകട്ടെ. പ്രണയത്തിന്റെയും മയക്കുമരുന്നുകളുടെയും കെണിയിലും വഞ്ചനയിലും പെട്ട് ഞാൻ നശിച്ചു, എന്നെ രക്ഷിക്കുവാൻ ആരുമില്ല എന്ന് ആരോടും പങ്കുവയ്ക്കാനില്ലാതെ മനസ്സിൽ ദുഃഖം താങ്ങുവാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ യുവതിയോ യുവാവോ മനസ്സിലാകട്ടെ, നിന്നെ രക്ഷിക്കുവാൻ നിന്റെ ഈശോയുണ്ട്. നിന്റെ ദൈവത്തിന് മുൻപിൽ നീ വിലപ്പെട്ടവനാണ്, നീ വിലപ്പെട്ടവളാണ്. കർത്താവ് ഈശോ മിശിഹായുടെ രക്തം സകല പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കും.